വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല. 2025 ഒക്ടോബർ മാസത്തിലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് 0.25% താഴ്ന്ന് കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും പച്ചക്കറികളുടെയൊക്കെ വില കുറഞ്ഞതാണ് ഒരു കാരണം. പ്രധാന കാരണം GST പരിഷ്കരിച്ചതോടുകൂടി, GST നിരക്കുകൾ കുറച്ചതോടുകൂടി ജനങ്ങളുടെ കയ്യിലുള്ള വരുമാനം വർദ്ധിക്കുകയും, അതായത് അവരുടെ ഡിസ്പോസിബിൾ ഇൻകം, അവർക്ക് ചെലവഴിക്കാൻ സാധിക്കുന്ന അവരുടെ വരുമാനത്തിൻ്റെ ഭാഗത്തിൽ വന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റവും അതുവഴി ഇക്കോണമിയിൽ നടന്നിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഷോക്കും, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പണപ്പെരുപ്പത്തിൻ്റെ അല്ലെങ്കിൽ വിലക്കയറ്റത്തിൻ്റെ തോത് കുറയാനുള്ളൊരു പ്രധാന കാരണം. എന്നാൽ ഇതിൻ്റെ ഈ ഒരു നിരക്കിൻ്റെ നാഷണൽ ആവറേജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് കേരളത്തിലെ വിലക്കയറ്റത്തിൻ്റെ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ വിലക്കയറ്റം ഇന്ത്യയിൽ രേഖപ്പെടുത്തിയത് കേരളമാണ്. 8.56% ഒക്ടോബർ 2025 കേരളത്തിൽ രേഖപ്പെടുത്തിയ വിലക്കയറ്റത്തിൻ്റെ തോത്. രണ്ടാം സ്ഥാനത്തുള്ള ജമ്മു കാശ്മീർ 2.95% മാത്രമാണ്. നാഷണൽ ആവറേജാണ് നമ്മൾ പറഞ്ഞത് 0.25%. അപ്പോൾ ആ അന്തരം നിങ്ങളൊന്ന് നോക്കുക. രണ്ടാം സ്ഥാനത്തുള്ള ജമ്മു കാശ്മീരിൽ പോലും 2.95% രേഖപ്പെടുത്തിയത്. കേരളത്തിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നാഷണൽ ആവറേജിൻ്റെയൊക്കെ ട്രെൻഡിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്, നമുക്കറിയാവുന്നതാണ്. പച്ചക്കറികൾക്കും മറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കൊക്കെ നമ്മളുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെയാണ് ആശ്രയിക്കുന്നത്, നമുക്കറിയാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ എഡിബിൾ ഓയിൽ, ഭക്ഷ്യ എണ്ണ നമുക്കറിയാവുന്നതാണ്, വെളിച്ചെണ്ണ. അതിൻ്റെ വില എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മാത്രമല്ല നമ്മളുടെ ധനമന്ത്രി സൂചിപ്പിച്ച പോലെ കേരളക്കാർ സ്വർണവും വെള്ളിയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരാണ്. ആഗോള മാർക്കറ്റിലെ സ്വർണത്തിൻ്റെയൊക്കെ വില കൂടി നിൽക്കുന്നതും ഈ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ നാഷണൽ ട്രെൻഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് കേരളത്തിൽ വരാനുള്ള ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഏതായാലും കൺസ്യൂമർ സ്റ്റേറ്റിൽ നിന്ന് നമ്മളൊരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു അഗ്രികൾച്ചർ ബേസും ഇൻഡസ്ട്രിയൽ ബേസും ഒക്കെ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.